ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. ഈ അധ്യായത്തിൽ നമ്മൾ വിശകലനം ചെയ്യുന്നത് തിരുവാതിര നക്ഷത്രക്കാരുടെ 2025 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങളാണ്. ഞാൻ ആദ്യമായി ഒന്ന് പറഞ്ഞോട്ടെ, ഇത് തിരുവാതിര നക്ഷത്രത്തിൽ പിറന്നവരുടെ പൊതുവായ ഫലമാണ് നമ്മളിവിടെ വിശകലനം ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യക്തിഗത ഫലം ലഭിക്കുന്നതിനായിട്ട് നിങ്ങളുടെ ജാതകം ഒരു ഉത്തമനായ ജ്യോതിഷിയെ കാണിച്ച് രാശി ചിന്തനം നടത്തി മുന്നോട്ട് പോകുന്നതാണ് എന്തുകൊണ്ടെന്നുള്ളത്. ഇനി പൊതുവായ ഫലത്തിലേക്ക് വരാം. ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് 2025 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലൊക്കെ വിദേശത്ത് ജോലി ആഗ്രഹിച്ചിരുന്നവർക്ക് വിദേശത്ത് ഉന്നതമായ ജോലി ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. നല്ല ജോലിയൊക്കെ തന്നെ ലഭിക്കും. കോടതി കേസുകളിലൊക്കെ അനുകൂലമായിട്ട് വിധി പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് തിരുവാതിര നക്ഷത്രക്കാർക്ക്. നിങ്ങൾക്ക് സൽപ്പേര് നേടിയെടുക്കാൻ, സമൂഹത്തിലൊക്കെ ഒരു സൽപ്പേര് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സമയമാണ്. ഇതിലെടുത്ത് പറയേണ്ടത് 3, 5, 7, 9, 12, 19, 29 എന്നീ തീയതികൾ നിങ്ങൾക്ക് ശുഭ സൂചകമായിട്ട് ഈ വർഷത്തിൽ കാണുന്നില്ല. അതായത് ഈ നവംബർ ഡിസംബർ വരെ നിങ്ങൾക്ക് അത്ര ശുഭകരമായ തീയതികളല്ല. ഇതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും. ആ ദിവസങ്ങളിൽ ശുഭമായ കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഇൻ്റർവ്യൂ പോലുള്ള കാര്യങ്ങളൊന്നും അറ്റൻഡ് ചെയ്യരുത്. മത്സര പരീക്ഷകളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനു മുന്നേ ക്ഷേത്ര ദർശനം ചെയ്തിട്ട് ഗണപതി ക്ഷേത്രം ദർശിച്ചിട്ട് പോകുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ സഹപ്രവർത്തകരുടെ സഹായം പ്രതീക്ഷിക്കാവുന്നൊരു സമയമാണ്. നിങ്ങളുടെ ഭാഗ്യതാരങ്ങളുടെയൊക്കെ സ്ഥിതി അനുകൂലമായിട്ട് മാറുന്നൊരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. തീർച്ചയായിട്ടും അത് അനുകൂലമായിട്ട് മാറും. കർമ്മരംഗത്ത് നിരവധി മാറ്റങ്ങൾ ഉണ്ടാകുന്നൊരു സമയമാണ്. സഹോദരങ്ങളുടെയൊക്കെ സ്നേഹം കൂടുതലായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്ക് പ്രയത്നങ്ങൾക്ക് ഫലം ലഭിക്കുന്നൊരു സമയം കൂടിയാണ് 2025 ആണ്ട് സെപ്റ്റംബർ ഒക്ടോബർ മാസം. ക്രയവിക്രയങ്ങളിലൊക്കെ നിങ്ങൾക്ക് വിജയപ്രതീക്ഷ നൽകുന്ന ഒരു സമയമാണ് ഈ മാസങ്ങളിൽ. നിങ്ങളുടെ സുതാര്യമായിട്ടുള്ള പ്രവർത്തനങ്ങളാൽ പ്രതികൂല സാഹചര്യങ്ങളെയൊക്കെ നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നൊരു സമയമാണ്. ധനപുരോഗതി ഒപ്പം കാണുന്നുണ്ട്. ധനപുരോഗതി നല്ല രീതിയിലുണ്ടാവും. ഇഷ്ടജനങ്ങൾ ശത്രു ചേരിയിലേക്ക് മാറാനുള്ള സാഹചര്യം കാണുന്നുണ്ട് ഈ മാസങ്ങളിലൊക്കെ. സ്വന്തം ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ നമുക്കെതിരായി നിൽക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രതിസന്ധികളിലൊക്കെ തളരാതെ പ്രവർത്തിക്കാനുള്ള ആർജവവും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അത് കാണിക്കും. അതുപോലെ തന്നെ ക്രയവിക്രയങ്ങളിലൊക്കെ ബിസിനസ്സിലൊക്കെ നേട്ടം ഉണ്ടാകുന്നുണ്ട്. ഷെയർ മാർക്കറ്റിലൊക്കെ വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്നതാണ്. വിദ്യാർത്ഥികൾക്കൊക്കെ കാലം അനുകൂലമായിട്ട് കാണുന്നു. മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കാൻ സാധ്യത കൂടുതലായിട്ടുണ്ട്. എന്നാൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ ജീവിതത്തിൽ സ്വീകരിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട്. ദമ്പതിഭാവമൊക്കെ ഗുണകരമായി കാണുന്നു. നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങളൊക്കെ ഏകദേശം നിറവേറ്റാൻ സാധിക്കുന്നൊരു സമയമാണ് സെപ്റ്റംബർ ഒക്ടോബർ മാസം. നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നതാണ്. അക്ഷീണമായിട്ട് നിങ്ങൾ പ്രയത്നിക്കുന്ന ഒരു സമയം കൂടിയാണ്. എന്നാൽ മാസം അവസാനമൊക്കെ ആകുമ്പോൾ, ഒക്ടോബർ മാസമൊക്കെ ആകുമ്പോൾ ക്ഷിപ്രകോപം പല നഷ്ടങ്ങളും നിങ്ങൾക്ക് ഉണ്ടാക്കി വെക്കും. നിങ്ങൾ കുറച്ച് മറ്റുള്ളവരോടൊക്കെ പൗരുഷമായിട്ട് സംസാരിക്കാൻ തുടങ്ങും. അപ്പോൾ അതൊക്കെ ആ സമയത്തൊക്കെ ആത്മനിയന്ത്രണം അത്യാവശ്യമാണ്. നിങ്ങൾക്ക് ശത്രുക്കളെയൊക്കെ നിങ്ങൾ സ്വയം സമ്പാദിക്കാൻ തുടങ്ങും. ആ സമയമൊക്കെ ആകുമ്പോൾ നിങ്ങളുടെ മുഖത്തടിച്ചു പോലുള്ള സംസാര രീതിയൊക്കെ ഒന്ന് മാറ്റിവെക്കേണ്ടതാണ്. നമ്മുടെ സമയത്തിൻ്റെ ദോഷഫലമാണ് നമ്മൾ ഈ അനുഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുക. കുറേയൊക്കെ ധനം കയ്യിൽ വരുമ്പോൾ ചെറിയൊരു രീതിയിലുള്ളൊരു അഹങ്കാരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് പറഞ്ഞുകൊട്ടെ, അഹങ്കാരം നമുക്ക് സർവനാശം ഉണ്ടാകും. ഒന്നിനും അഹങ്കരിക്കരുത്. കിട്ടുന്ന ധനത്തിന് ദൈവത്തോട് നന്ദി പറയുക. അത് കഴിയാവുന്നതും FD ആക്കിയിടാൻ ശ്രമിക്കുക. ഏതെങ്കിലും നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, നിങ്ങൾക്ക് ഫ്യൂച്ചർ പ്ലാൻ ചെയ്യാൻ പറ്റുന്നൊരു മൂലധനമാക്കി നിങ്ങളത് മാറ്റുക. അതല്ല എങ്കിൽ നവംബറൊക്കെ ആകുമ്പോഴേക്കും ഈ കിട്ടിയതിൻ്റെ 3 മടങ്ങായിട്ട് നിങ്ങൾക്ക് കടമുണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ കയ്യിലിരുന്ന് പണം ദൂർത്തടിക്കാതെ അത് സേവ് ചെയ്തിടാൻ കഴിയാവുന്ന ശ്രമിക്കുക. നിങ്ങൾക്ക് മാസാവസാനം ഒക്ടോബറൊക്കെ ആകുമ്പോൾ ഗൃഹങ്ങളിലുണ്ടായിരുന്ന ദോഷങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് ഒരുവിധം. സന്താനങ്ങളുടെ ഭാവം ഗുണകരമാണ്. സന്താനങ്ങളുടെ സഹായം നിങ്ങൾക്ക് ഈ മാതാപിതാക്കൾക്കൊക്കെ കൂടുതലായിട്ട് ലഭിക്കുന്ന ഒരവസ്ഥയും ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ ഈ സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലെ ഗുണദോഷ ഫലങ്ങൾ. ഇതിൽ ദോഷഫലങ്ങൾ കുറച്ചൊക്കെ ഉണ്ട്. അത് മാസാവസാനം ഗുണഫലങ്ങളുണ്ട്, ഒപ്പം ദോഷഫലങ്ങളുണ്ട്. ഇതിലെ ദോഷഫലങ്ങളുടെ കാഠിന്യം കുറയ്ക്കാനും ഗുണഫലങ്ങളുടെ മാറ്റ് വർദ്ധിക്കുവാനുമായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും ബുധനാഴ്ചയും വ്യാഴാഴ്ചയൊക്കെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ദർശിക്കേണ്ടതാണ്.
ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിച്ചാൽ സർവ്വകാര്യ വിജയം നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, കുചേലൻ ഭഗവാനെ തിരക്കി തേടി പിടിച്ച് അങ്ങോട്ട് ചെന്നാണ് അനുഗ്രഹം വാങ്ങിച്ചത്. അല്ലാതെ ഭഗവാൻ അവിടെ കൊണ്ട് കൊടുക്കുകയല്ല ചെയ്തത്. ക്ഷേത്രത്തിൽ പോകണം, മനസ്സുരുകി പ്രാർത്ഥിക്കണം. ഇതല്ല എങ്കിൽ കിട്ടിയ ഗുണങ്ങളൊക്കെ ദോഷങ്ങളായിട്ട് മാറും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. തുടർന്നുള്ള മാസങ്ങളിലെ വീഡിയോ കൃത്യമായി ലഭിക്കുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റു മാസങ്ങളിലെ മറ്റു വീഡിയോസ് ഞാൻ പ്ലേലിസ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിൽ സെർച്ച് ചെയ്തിട്ട് അത് കാണാവുന്നതാണ്. അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.